Voice of Women, Voice of Women, Voice of Women. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Al Mamani Cargo, worldwide shipping, on-time delivery, 22 years of excellent service in Oman, door-to-door cargo. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യമൊരുക്കാണ്. വിസിറ്റ് pkexchange.com and download their app from Google Store or App. നമസ്കാരം. വോയിസ് ഓഫ് ഒമാൻ സായാഹ്ന വാർത്താ ബുള്ളറ്റിനുമായി ഷിലിൻ പൊയ്യാറ. ഇന്നത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽനമാനി കാർഗോ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കാർഗോ സർവീസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒമാനിൽ 72 മണിക്കൂറിനിടെ 721 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 863 പേർക്ക് കൂടി കോവിഡ് മുക്തി നേടി. 15 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 24 മണിക്കൂറിനിടെ 22 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഖുറിയാത്തിൽ നാളെ മുതൽ ട്രാഫിക് സിവിൽ സ്റ്റാറ്റസ് പാസ്പോർട്ട് റെസിഡൻസ് സേവനങ്ങൾ ലഭ്യമാക്കും. രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും നേതൃത്വത്തിൽ ദേശീയ ദിനാഘോഷ പരിപാടികൾ തുടരുന്നു. നാളെ മുതൽ രാജ്യത്തിന്റെ വിവിധ കോൺഗ്രറ്റുകളിൽ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. ഒമാനിൽ 72 മണിക്കൂറിനിടെ 721 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഇതോടെ 1,22,081 ഉയർന്നു. 863 പേർ കൂടി കോവിഡ് മുക്തി നേടി. ഇതോടെ രാജ്യത്തെ രോഗം ഭേദമായവരുടെ എണ്ണം 1,13,269. 92.8% കോവിഡ് മുക്തി നിരക്ക്. 15 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ മൊത്തം കോവിഡ് മരണസംഖ്യ 1,380. 1.13% മരണനിരക്ക്. അതേസമയം 24 മണിക്കൂറിനിടെ 22 കോവിഡ് രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 286 പേരാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 121 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖുറിയാത്ത് പോലീസ് സ്റ്റേഷനിൽ ഇന്നു മുതൽ ട്രാഫിക് സിവിൽ സ്റ്റാറ്റസ് പാസ്പോർട്ട് റെസിഡൻസ് സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഖുറിയാത്ത് വിലായത്തിലെ ROP സർവീസ് സ്റ്റേഷനിലാണ് സേവനങ്ങൾക്കായി സൗകര്യമൊരുക്കിയിട്ടുള്ളത്. രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും നേതൃത്വത്തിൽ ദേശീയ ദിനാഘോഷ പരിപാടികൾ തുടരുന്നു. വാരാന്ത്യ അവധി ദിനങ്ങളിൽ വ്യത്യസ്ത പരിപാടികളാണ് അരങ്ങേറിയത്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. വരും ദിവസങ്ങളിലും വിവിധ പരിപാടികൾ തുടരും. ഇത്തവണ സർക്കാർ തലത്തിലും ആഘോഷ പരിപാടികൾ നിയന്ത്രിത രൂപത്തിലായിരുന്നു. ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ദേശീയദിന പരിപാടികൾ നിയന്ത്രണ രൂപത്തിലാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പങ്കെടുക്കുന്ന മിലിറ്ററി പരേഡ് ഉൾപ്പെടെ വിവിധ ഔദ്യോഗിക പരിപാടികൾ ഇത്തവണ ഒഴിവാക്കിയിരുന്നു. നാളെ മുതൽ രാജ്യത്തിന്റെ വിവിധ ഗവൺമെന്റുകളിൽ മഴയ്ക്ക് സാധ്യത. തീരപ്രദേശങ്ങളിലാകും കനത്ത മഴ ലഭിക്കുക. മറ്റിടങ്ങളിൽ മേഘാവൃതമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അൽവുസ്ത ദോഫാർ ഗവൺമെന്റുകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് മൂടൽമഞ്ഞ് വർദ്ധിച്ചു വരികയാണ്. പല ദിവസങ്ങളിലും രാത്രിയിലും മൂടൽമഞ്ഞുണ്ട്. ഉൾപ്രദേശങ്ങളിലും തീരങ്ങളിലും മൂടൽമഞ്ഞ് ശക്തമാണ്. വരും ദിവസങ്ങളിലും മൂടൽമഞ്ഞ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. രക്തദാനത്തിനാവശ്യപ്പെട്ട് ബ്ലഡ് ബാങ്ക് അധികൃതർ ബൗഷർ ബ്ലഡ് ബാങ്കിലെത്തി രക്തം ദാനം നടത്തണമെന്നും 2459-1255 എന്ന നമ്പറിൽ വിളിച്ചോ 94555648 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയച്ചോ നേരത്തെ സമയം ബുക്ക് ചെയ്യാവുന്നതാണ്. പ്ലാസ്മ ദാനത്തിന് സന്നദ്ധരാവുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തെത്താവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. മാനേജർ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗത്ത് അൽഷർക്കിയ ഗവൺമെന്റിൽ റെസിഡൻഷ്യൽ ടൂറിസം സമുച്ചയം പണിയാൻ സന്താൻ ഡെവലപ്മെന്റ് കമ്പനി കരാർ ഒപ്പിട്ടു. അലഷ്കറയിലെ അൽസീഫ് റെസിഡൻഷ്യൽ സമുച്ചയം അൽഷർക്കിയ ഗവൺമെന്റിലെ ജാലാൻ ബാലി ബുവാലിയുടെ വിലായത്തിൽ നടപ്പാക്കുന്ന കരാറിൽ സന്താൻ ഡെവലപ്മെന്റ് കമ്പനി ഒപ്പുവയ്ക്കുകയാണുണ്ടായത്. 24,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 75 വില്ലകൾ ഉൾക്കൊള്ളിച്ചുള്ളതാണ് പദ്ധതി. സൗദി അറേബ്യ ഹ്രസ്വകാല വിസിറ്റ് വിസകൾ അനുവദിക്കാൻ ഒരുങ്ങുന്നു. കര, വ്യോമ, നാവിക മാർഗേണ രാജ്യത്തെത്തുന്ന സന്ദർശകർക്കാണ് താൽക്കാലിക ട്രാൻസിറ്റ് വിസകൾ അനുവദിക്കുക. 48 മുതൽ 96 മണിക്കൂർ സമയത്തേക്കാണ് വിസകൾ അനുവദിക്കുക. അഫ്ഗാൻ പ്രശ്നത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ദോഹയിലെത്തി. റഷ്യൻ കോവിഡ് വാക്സിൻ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇന്ത്യയിലെ മനുഷ്യരുടെ പരീക്ഷണം ഈ ആഴ്ച തുടങ്ങും. പോലീസ് ആക്ട് ഭേദഗതിയിൽ അവ്യക്തതയുണ്ടെന്ന് CPI. വിജ്ഞാപനത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. പുതിയ പോലീസ് നിയമ ഭേദഗതിക്കെതിരെ കടുത്ത എതിർപ്പാണ് സൈബർ ഇടങ്ങളിൽ നിന്നും ഉയരുന്നത്. സൈബർ ഇടങ്ങളിൽ കടുത്ത എതിർപ്പ് ഉയരുമ്പോഴും ഓർഡിനൻസ് പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. അതേസമയം പോലീസ് ആക്ട് നിയമ ഭേദഗതി മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്ത് തുടർച്ചയായ 3-ാം ദിവസവും പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നു.
പെട്രോൾ ലിറ്ററിന് 8 പൈസയും ഡീസൽ 20 പൈസയുമാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 83.46 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില. ഡീസൽ 76.70 രൂപയാണ്. 1.5 മാസത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച ആദ്യമായി രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. എല്ലാവർക്കും ശുഭസായാഹ്നം. നന്ദി, നമസ്കാരം. Voice of a man, voice of a man, voice of a man. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Al Namani Cargo. Worldwide shipping. On-time delivery. 22 years of excellent service in Oman. Door-to-door cargo. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യമൊരുക്കാൻ visit pkexchange.com and download their app from Google Store or Apple Store.